നമസ്കാരം സുഹൃത്തുക്കളെ. രാഹുൽ ഗാന്ധി ഇന്ത്യ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തെ പറ്റി പറഞ്ഞല്ലോ, വളരെ അത്യുജ്വലമായൊരു പ്രസംഗമാണത്. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു പ്രസംഗമാണത്. അതുകൊണ്ടാണ് ആ പ്രസംഗം പുറത്തുവിട്ടത്. നമ്മളിവിടെ പലപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ, നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലൂടെ BJP നേടാൻ കഴിയില്ല. അത് തന്നെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു, ഇനി വേറെ ഘട്ടത്തിലേക്ക് പോകണം. എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അത് പറയാൻ രാഹുൽ ഗാന്ധി ആളല്ല. എങ്ങനെ നേരിടണമെന്ന് അറിയില്ല എന്നല്ല പറയുന്നത്, അത് പറയേണ്ട ആളല്ല രാഹുൽ ഗാന്ധി. പിന്നെ ഭയങ്കരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത്യുഗ്രമായിരുന്നു എന്നാണ് മലയാളത്തിലെ ഒട്ടുമിക്ക മാപ്രകളും പറഞ്ഞത്. ഗംഭീര പ്രസംഗമായിരുന്നു. പക്ഷേ BJP വലിയ അപകടമാവുന്നു, അവരെ തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ തോൽപ്പിക്കേണ്ട എങ്ങനെയെന്ന് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കില്ല. അത് രാഹുൽ ഗാന്ധിയുടെ പണിയല്ല എന്നൊക്കെയാണ് ഈ അടുപ്പുകൂട്ടിക്കാർ പറയുന്നത്. ഇവർ ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. ND മുന്നണിയുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. രഹസ്യ മീറ്റിംഗ് ഒന്നും ആയിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലായി. കാര്യം അതിനകത്ത് ഈ രാഹുൽ ഗാന്ധി സംസാരിച്ച കാര്യങ്ങൾ അവർ പുറത്ത് കൊടുത്തു. അങ്ങനെ മാധ്യമങ്ങളിൽ വാർത്തയായി, നമ്മളെല്ലാവരും അറിഞ്ഞു. അതിനെതിരെ ബ്രിട്ടാസിനെ പോലുള്ളവർ, അതായത് CPM നിന്ന് തന്നെ പരസ്യമായിട്ട് എതിർപ്പുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി അതിനകത്ത് പറഞ്ഞത് CPM-നെതിരെ കുറേ വിമർശനം ഉണ്ടായിരുന്നു. എനിക്ക് പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ ഒക്കില്ല എന്ന തരത്തിലൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ അവർ തമ്മിൽ കുറച്ച് വരസലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അകത്ത് സംസാരിച്ച കാര്യം പുറത്ത് പറഞ്ഞു എന്ന രീതിയിലാണ് ബ്രിട്ടാസ് ഒക്കെ അതിനെ വിമർശിച്ചത്. നമ്മളിപ്പം വിചാരിക്കും ഇയാളെന്തോ മഹത്തരമായിട്ടുള്ള എന്തോ പ്രസംഗം അതിനകത്ത് നടത്തിയിട്ടുണ്ടെന്ന്. നമ്മളോട് ഈ മാധ്യമങ്ങൾ അങ്ങനെയാണ് തള്ളി വെക്കുന്നത്, അയാൾ എന്തോ അത്യുജ്വലമായിട്ടുള്ള പ്രസംഗം. പക്ഷേ ആ വ്യക്തി അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശരീരഭാഷ കാണുമ്പോഴും ഈ കിഴങ്ങൻ എപ്പോൾ ഇത് നിർത്തും എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. നോക്കൂ, ജയറാം രമേശിനെ പോലുള്ളവരുടെ ശരീരഭാഷ നോക്കൂ, ഇപ്പുറത്തുള്ളവരുടെ ശരീരഭാഷ നോക്കൂ. ചിലരൊക്കെ ഉറങ്ങുവാണ്. രാഹുൽ ഗാന്ധി അവിടെ നിന്നുകൊണ്ട് ഭയങ്കര ലെക്ചറടിക്കുന്നുണ്ട്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിച്ച് പറഞ്ഞെന്ന് പറയുന്ന മുതലാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് എന്തോ മഹത്തായ പ്രസംഗം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മധുതി വണിലെ ഇവന്മാർ ഈ തള്ളി മറിക്കുന്നത്. അതിലെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആളുകൾ ചിരിക്കുകയാണ്. എന്താ വിഷയം? എന്താ BJP-യെ എങ്ങനെ തോൽപ്പിക്കാം? ആരായി പറയുന്നത്? 100-ലധികം തെരഞ്ഞെടുപ്പുകൾ നയിച്ച്, അതായത് ഈ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും, അതിൽ 99 എണ്ണം പൊട്ടി നിൽക്കുന്ന ഒരു മുതലാണ് BJP-യെ പിടിച്ചു കിട്ടുന്ന കാര്യത്തെപ്പറ്റി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉറങ്ങാതെ പിന്നെ മറ്റെന്ത് ചെയ്യും? അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ രസകരമായിട്ടുള്ള ഒരു സംശയം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവെച്ചു. മറ്റു പലരിൽ നിന്ന് മറ്റു ഭാഷയിലും ഇത് കാണുകയുണ്ടായി. അത് ലളിതമായിട്ടുള്ളൊരു സംഗതിയാണ്, ആർക്കും മനസ്സിലാവും പെട്ടെന്ന്. അതായത് നമ്മുടെ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇവിടെ തന്നെ വേറെ ഏത് കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ആകുമായിരുന്നു. അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇത് നരേന്ദ്രമോദിയുടെ കാര്യത്തിലും സംഭവിക്കാവുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്ന ആ കുടുംബത്തിലല്ല വേറൊരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നതെങ്കിലും അദ്ദേഹം പ്രധാനമന്ത്രിയാകുമായിരുന്നു. ഇനിയാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധി ആ നെഹ്റു കുടുംബത്തിൽ അല്ലായിരുന്നു ജനിച്ചതെങ്കിൽ സ്വന്തം അയൽപക്കത്തുള്ളവർക്കെങ്കിലും ഇങ്ങനെയൊരു ജന്മം ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട് എന്ന് അറിയുമായിരുന്നു? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് ഏതെങ്കിലും കാലത്ത് പറ്റിയാൽ മാത്രം ആ പാർട്ടിക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഈ പപ്പുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കഥം, ടാറ്റ, ബൈ ബൈ, ഗയ.